ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷെയർ പ്ലസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഏത് ഡോക്യുമെന്റ്, അതായത് വീഡിയോ, ഓഡിയോ, PDF, ഇമേജസ് ഒക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ മറ്റുള്ള ആപ്സിനോട് ഷെയർ ചെയ്യാം. അതേപോലെ വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം പോലത്തെ ആപ്സിലോട്ട് എങ്ങനെ ഷെയർ ചെയ്യാം, ഫ്ലട്ടർ ആപ്പിൽ എങ്ങനെ ഷെയർ ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓൾറെഡി അങ്ങനെ ടെക്സ്റ്റ് ഷെയർ പ്ലസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഷെയർ ചെയ്യാൻ എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആദ്യം അത് പോയി കാണുക. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിഫൈ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ നോക്കിയതാണ് നമ്മൾ pubspec.yaml നമ്മൾ ഷെയർ പ്ലസ് ഡിപെൻഡൻസി നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ അങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് കാണിച്ചതാണ്. ബട്ട് ഫസ്റ്റ് എന്ത് ചെയ്യാം, ആ വീഡിയോ പോയി കാണാൻ നമുക്ക് ഷെയർ പ്ലസ് ഡിപെൻഡൻസി അങ്ങനെ ആഡ് ചെയ്യാൻ എന്നുള്ളത് അങ്ങനെ അത് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിലൊരു എക്സ്ട്രാ ഡിപെൻഡൻസി കൂടി ആവശ്യമാണ്. അതായത് നമ്മൾ ഫയൽ പിക്കർ ഡിപെൻഡൻസി. അതായത് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്, ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കൺഫേം ചെയ്യണം നമ്മുടെ സിസ്റ്റം, നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്മളെ ഫയൽ മാനേജർ പോയിട്ട് പിക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഈ ഫയൽ പിക്കർ ഡിപെൻഡൻസി യൂസ് ചെയ്യണത്. ഓക്കെ, യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഫ്ലട്ടർ pub.devil പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ പിക്കർ സെർച്ച് ചെയ്താൽ നമുക്ക് ഫയൽ പിക്കർ കിട്ടും. ഓക്കെ, എന്ത് ചെയ്യാം, ലിസ്റ്റ് ചെയ്യാം, നമ്മുടെ കാണാൻ പറ്റിയ ഡിപെൻഡൻസീസ് ഈ ഒരു ലൈനിൽ പോപ്പ് ചെയ്യാൻ എന്ത് ചെയ്യാം, നമ്മുടെ pubspec.yaml നമ്മുടെ ഡിപെൻഡൻസിയിൽ എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. അത്രേ ഉള്ളൂ നമുക്ക് ഡിപെൻഡൻസി ആഡ് ചെയ്യാൻ ചെയ്യേണ്ട കാര്യം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഈ ഒരു ലൈനും നമ്മുടെ മെയിൻ ഡോട്ട് ആർട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് സ്ക്രീനിലാണോ ഏത് കോഡിലാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി അത് രണ്ടും ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ മാക്സിമം ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഓൾറെഡി ഒരു സിമ്പിൾ യൂസർ ഇന്റർഫേസ്, നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ നമുക്കൊരു ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടായിരുന്നു, ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. ഇതിൽ ആ ടെക്സ്റ്റ് ഫീൽഡ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം നമ്മൾ ടെക്സ്റ്റ് എങ്ങനെ ഷെയർ ചെയ്യുന്നത് നോക്കുന്നില്ല. ഈ സിമ്പിൾ ഷെയർ ബട്ടൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ആ ഓൺ പ്രസ് നമ്മൾ അസിൻക്രണസ് ആയിട്ടാണ് ഓൺ പ്രസ് കൊടുത്തിട്ടുള്ളത്, അസിങ്കോടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ആ ഒരു ഓൺ പ്രസ് കൊടുക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഫയൽ പിക്ക് ചെയ്യാൻ, നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യാന്നുള്ളത്, ബാക്കി ഷെയർ പ്ലസിലൂടെ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു 3-4 ലൈനിനുള്ളിൽ. ഓക്കെ ഗൈസ്, നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ഫയൽ പിക്ക് ചെയ്യാനുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാം. ഓക്കെ, ഫയൽസ് എന്നാണ് നെയിം കൊടുക്കുന്നത്, ഫയൽസ് ഈക്വൽ await. ഓക്കെ, നമ്മൾ അസിൻക്രണസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, await ഫയൽ പിക്കർ ഡോട്ട് പ്ലാറ്റ്ഫോം കൊടുക്കണം. ഫയൽ പിക്കർ ഡോട്ട് പ്ലാറ്റ്ഫോം ആണ്, വെബ് അല്ല. നമ്മൾ വെബിൽ ചെയ്യുമ്പോഴാണ് വെബ് യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ മൊബൈലിലാണ് ചെയ്യുന്നത്, ആൻഡ്രോയിഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, ഫയൽ പിക്കർ ഡോട്ട് പ്ലാറ്റ്ഫോം കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, ഡോട്ട് പിക്ക് ഫയൽസ് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അവരുടെ കാണാൻ പറ്റും കുറെ ടൈപ്സ് ഉണ്ടാവും, ഫയൽ ടൈപ്പ്, അതുപോലെ അലോ എക്സ്റ്റൻഷൻസ്, അതുപോലെ വിത്ത് ഡാറ്റ, അലോ മൾട്ടിപ്പിൾ ഒക്കെ ഉണ്ടാവും, കുറെ എന്താണ് ഇത് കൊടുക്കാനുണ്ടാവും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ഫയൽ ടൈപ്പ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ്. ഓക്കെ, നമുക്ക് ടൈപ്പ് എന്ത് ചെയ്യാം, ടൈപ്പ് ഫയൽ ടൈപ്പ്. ഓക്കെ, അവിടെ കാണാൻ പറ്റും ഫയൽ ടൈപ്പ് ഡോട്ട് എനി, ഓഡിയോ, കസ്റ്റം, ഇമേജ്, മീഡിയ, വീഡിയോ. ഓക്കെ, ഇൻ കേസ് നമുക്ക് വാട്സപ്പിലൊക്കെ പോലെ ഓഡിയോക്ക് സെപ്പറേറ്റ്, വീഡിയോക്ക് സെപ്പറേറ്റ്, അതുപോലെ PDF അതുപോലുള്ള PDFs സെപ്പറേറ്റ്, ഡോക്യുമെന്റ് സെപ്പറേറ്റ് ആയിട്ട് ബട്ടൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യാം, ഒറ്റ ബട്ടണിൽ തന്നെ നമുക്ക് എന്തും സെലക്ട് ചെയ്യുന്നുള്ള ലെവലിലാണ് കൊടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ ടൈപ്പ് ഡോട്ട് എനി കൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഒരു റിസൾട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഫയല് ഒക്കെ സെലക്റ്റഡ് ആയിട്ടുണ്ട്, നള്ളല്ലാന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യാം, ഫൈനൽ റിസൾട്ട് ഈക്വൽസ് നമ്മുടെ ഫയൽസ് ഡോട്ട് മാപ്പ്. എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ ഫയൽസ് കൊടുക്കുക, ഫയലിന് കൊടുക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഫയൽ ഡോട്ട് പാത്ത്. ഓക്കെ, നമ്മുടെ പാത്ത് എംപ്റ്റി അല്ലാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, പാത്ത് ടു ലിസ്റ്റ്. ഓക്കെ, നമ്മളിപ്പോൾ റിസൾട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി കാര്യമൊന്നും ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, await ഷെയർ, നമ്മളെ ഷെയർ പ്ലസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത പാത്ത് എന്നുള്ള ഫയൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ നമ്മൾ ടെക്സ്റ്റ് ഷെയർ ചെയ്യാൻ ഷെയർ മാത്രം കൊടുത്താൽ, അതുകൊണ്ട് നമ്മൾ ഫയൽസ് ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ഫയൽസ് വേണം കൊടുക്കാൻ. അവിടെ നമ്മൾ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, റിസൾട്ട് പ്രൊവൈഡ് ചെയ്തു. ഞാൻ എൻ്റെ ഇമുലേറ്ററിൽ റൺ ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ഫിസിക്കൽ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുള്ളത്, കാരണം എൻ്റെ ഇമുലേറ്ററിൽ വാട്സപ്പ് അതുപോലുള്ള സോഷ്യൽ മീഡിയ ആപ്സ് ഒന്നും ഇല്ല. നമുക്ക് ഇമുലേറ്ററിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോറി, ഇവിടെ എൻ്റെ ഫിസിക്കൽ ഡിവൈസിൽ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നോക്കാം, റിസൾട്ട് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ആപ്പ് ഒന്ന് സേവ് ചെയ്തിട്ടൊന്ന്
റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ എന്റെ ഡിവൈസിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാണാൻ പറ്റും, ഷെയർ ബട്ടൺ വെച്ച് കാണാൻ പറ്റും. കാരണം ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ കണ്ടില്ല, അതിന്റെ ഇത് ഓപ്പൺ ആയി, ഫയൽ മാനേജർ ഓപ്പൺ ആയി, ഡൗൺലോഡ്സ് ഫോൾഡർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു PDF സെൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന്റെ വാട്സപ്പിലോട്ട് ഒരു PDF സെൻഡ് ചെയ്യേണ്ടത്. വാട്സപ്പ് ബിസിനസ്. ഓക്കെ, ഞാൻ എന്റെ നമ്പറിലോട്ടാണ് ഒരു PDF അയക്കണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, വേണ്ട, ആ PDF പോയി. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് സെൻഡ് ചെയ്ത് നോക്കാം. ഗോജോസ് ഇൻസ്റ്റന്റ് ഒരു ഇമേജ് ഉണ്ട്, ഞാൻ ഒരു അനിമേ ഫാൻ ആണ്. ആ ഒരു ഇമേജ് ഉണ്ട്, ഞാൻ ജസ്റ്റ് സ്റ്റോറി ആക്കി ഇട്ട് നോക്കാം ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ കണ്ടില്ലേ, ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി ആയിട്ട് വന്നു. ഓക്കെ, നമ്മളിപ്പോ ഡോക്യുമെന്റ് നോക്കി, ഇമേജും നോക്കി. നെക്സ്റ്റ് നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്ത് നോക്കാം. ഒരു വീഡിയോ കൂടി നമുക്ക് അയച്ചു നോക്കാം. ഒരു വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ഏത് വീഡിയോ നമുക്ക് അറിയില്ല. വീഡിയോ സെലക്ട് ചെയ്ത് നമുക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് ടെലിഗ്രാമിൽ ഒന്ന് നോക്കാം. ടെലിഗ്രാമില് എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലോട്ട് ഞാൻ ആ വീഡിയോ സെൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ആ വീഡിയോ പോകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മള് ഇത് നമ്മുടെ ഷെയർ പ്ലസ് വെച്ചിട്ട് ഡാറ്റ ചെയ്യാറുള്ളത്. ബട്ട് ഇപ്പൊ ഒരു പ്രശ്നം വരാൻ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരാള് ഇപ്പൊ ഷെയർ ബട്ടൺ കൊടുത്തു, ബട്ട് അയാൾ ഒന്നും സെലക്ട് ചെയ്യാതെ തിരിച്ചു ബാക്കോട്ട് വന്നാല് നമ്മുടെ പ്രോഗ്രാമിൽ ഇറർ വരും. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ ഇറർ, കാരണം അവിടെ നല്ലതാണ്. ഓക്കെ, അഥവാ അങ്ങനെ ഇറർ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇറർ റിസോൾവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തില്ല, അതിന്റെ ആ ഡോട്ടിന്റെ മുന്നത്ത് എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻ സിമ്പിൾ കൊടുക്കുക. ഓക്കെ, അത് നള്ളാവാൻ ചാൻസ് ഉണ്ട്, ആവാതിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് കാണിക്കാനാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഹവർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്വിക്ക് ഫിക്സിൽ പോയിട്ട് എന്ത് ചെയ്യുക, റീപ്ലേസ് ഡോട്ട് വിത്ത് നമ്മൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് പിന്നെ ഡോട്ടും കൂടി ഉള്ള ഒരു ഇൻവോക്കേഷനിലോട്ട് മാറ്റാനുള്ള ഒരു കാണിക്കും എന്ത് ചെയ്യുക, അത് കൊടുക്കുക. എന്ത് ചെയ്യുക, അപ്പൊ മാറ്റിന്റെ അടുത്തൊക്കെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് കൊടുത്തു പോകും. ഓക്കെ, ഇത്ര ചെയ്താൽ മതി. നെക്സ്റ്റ് എന്ത് ചെയ്യുക, അങ്ങനെ എന്ത് ചെയ്യുക, ഒരു ഈ കണ്ടീഷൻ കൊടുക്കുക. ഇഫ് എന്ത് ചെയ്യുക, റിസൾട്ട് ഈക്വൽസ് നള്ളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നും ചെയ്യാം, ജസ്റ്റ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമർ ഇപ്പൊ യൂസർ ഒന്നും നമ്മൾ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഒന്നും സെലക്ട് ചെയ്യാതെ ബാക്കോട്ട് വന്നാലും അഥവാ ആ നൾ എക്സെപ്ഷന് പോയി റിസോൾവ് ചെയ്യാൻ പറ്റും ഈ ഒരു കോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷെയർ ഫംഗ്ഷനാലിറ്റി നമ്മുടെ ഷെയർ പ്ലസ് യൂസ് ചെയ്ത് നമ്മുടെ ഫ്ലട്ടറിൽ ഇംപ്ലിമെന്റ് ചെയ്യല്ലേ. ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ എന്തെങ്കിലും മനസ്സിലായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ കണ്ടന്റ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, then see you guys.